ഞങ്ങൾ പ്രാഥമികമായൊരു അന്വേഷണം നടത്തി. പ്രാഥമികമായ അന്വേഷണത്തിലും ഇതുവരെ വാർത്താ ചാനലുകളിൽ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിലും കേസുകാർ പ്രതിഷേധം നടത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അവരുടെ അടുത്തുപോലും എത്തിയിട്ടില്ല. ഒരാളും എത്തിയിട്ടില്ല. 3-4 KSU പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരുണ്ടായിരുന്നു. ഇവരെ ആക്രോശിച്ച് അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ എന്തെങ്കിലും തെറ്റ് കേസുകാരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. പക്ഷെ ഇതുവരെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 കേസുകാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. 30-35 പോലീസുകാരും 3-4 കേസുകാരും ഉണ്ടായി. പ്രതിഷേധിക്കും, കരിങ്കൊടിയൊക്കെ കാണിച്ച് പ്രതിഷേധിക്കും. എല്ലാവർക്കും എതിരായി പ്രതിഷേധിക്കാറുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിഷേധിക്കും. പക്ഷേ ആക്രമിക്കും എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. നടന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടതിലും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. അല്ല, അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, എന്തും പറയാമല്ലോ, അതിൽ അർത്ഥമില്ല. ഞാൻ ചോദിക്കുന്നത്, വാർത്താ മാധ്യമങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആക്രമിക്കുന്നൊരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഇവരെ അടുത്താരെങ്കിലും ചെല്ലുന്നതിൻ്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ? ഒറ്റ വാർത്താ മാധ്യമങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അത് ആഘോഷിക്കാനാണെങ്കിൽ ആഘോഷിച്ചോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ വിവരമാണ്. ഇനിയും ഞങ്ങൾ അന്വേഷിക്കും. കൂടുതൽ എന്തെങ്കിലും വിവരം തരാം. ആരെങ്കിലും അവരുടെ അടുത്ത് ചെന്ന് അവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്കെതിരായി നടപടിയെടുക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തു കാണാനുള്ളൊരു യാതൊരു സാധ്യതയും പ്രാഥമിക അന്വേഷണത്തിലില്ല. രണ്ടാമത് അന്വേഷണത്തിൽ അങ്ങനെ കണ്ടാൽ തീർച്ചയായിട്ടും ചെയ്യും. അല്ല, അതൊക്കെ ചെയ്ത് എനിക്കെതിരെ പ്രതിഷേധിച്ചു. എനിക്കൊരു വിഷയമില്ല. ഞാനാണല്ലോ ഭരിക്കുന്നത് കേരളം. ഞാനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഞാനാണല്ലോ ആരോഗ്യരംഗത്തെ ഈ സ്ഥിതിയിലാക്കിയത്. ഞാനാണല്ലോ കേരളത്തെ ഈ സ്ഥിതിയിലാക്കിയത്. കേരളത്തിനെ ഈ ശരിയാക്കി തന്ന ഞാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കെതിരെ പ്രതിഷേധിച്ചോ, കുഴപ്പമൊന്നുമില്ല. ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടിയാണ് ഈ ആക്രമണം നടത്തിയെന്നുള്ള ആക്ഷേപം. അതിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും VD സതീശനാണെന്ന് പറയും. കാരണം എനിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് അവരാണ്. എൻ്റെ PR ചെയ്യുന്നത് ഇപ്പോൾ അവരാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അതൊക്കെ ഉറപ്പായിട്ട് തുടരും. അതൊന്നും വേറൊരു അക്രമത്തിൻ്റെ ലെവലിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യില്ല. കരിങ്കൊടി പ്രകടനമൊക്കെ നടത്തും. ഇവിടെ നടത്തും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എതിരെ നടത്തിയിട്ടുണ്ട്. അത് പ്രതിഷേധം. ഡാറ്റാ മോഷണത്തിൻ്റെ ഏറ്റവും വലിയ വിവരം എന്ന് പറയുന്നത് ജീവനക്കാരുടെ സ്പാർക്കിൽ നിന്നുള്ള മോഷണം മാത്രമല്ല നടന്നിരിക്കുന്നത്. സ്മാർട്ടിൽ നിന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ OSD ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു അയച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് പേരും വിലാസവും ഉൾപ്പെടെയുള്ള 8 വിവരങ്ങൾ ഈ സ്മാർട്ടിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് എന്ന് പറയുന്നത് 937 സേവനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളതാണ്. അതായത് ലക്ഷക്കണക്കിന് ആളുകളുടെ, ജീവനക്കാരുടെ മാത്രം ലക്ഷക്കണക്കിന് ആളുകളുടെ ഡാറ്റാ മോഷണമാണ് മുഖ്യമന്ത്രി ഓഫീസ് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയോടുകൂടി അറിവോടുകൂടിയാണ് ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ മോഷണം നടന്നിരിക്കുന്നത്. അത് ഗൗരവതരമായി അന്വേഷിക്കപ്പെടേണ്ട നമ്മുടെ എല്ലാവരുടെയും വ്യക്തിവിവരം ചോർന്നിരിക്കുകയാണ്. അതിവർ ആർക്കെങ്കിലും വിറ്റൊന്നുകൂടി അന്വേഷിക്കണം. അല്ല, ഞങ്ങൾക്ക് പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇതാണ്. നിങ്ങൾക്കും അത്രയുള്ള വിവരം. എല്ലാ വിഷ്വൽ മീഡിയയ്ക്കും ഇത്രയും വിവരമുള്ളൂ. അവരുടെ ഒരു ചിത്രങ്ങൾ പോലും ഇവരെ ആക്രമിക്കുന്നതില്ല. അല്ലല്ല, അന്വേഷിക്കട്ടെ. ആദ്യഘട്ടത്തിൽ ഉള്ള വിവരം ഇതാണ്. ഒരു ആള് അങ്ങനെ 3-4 കേസുകാരും 35 പോലീസുകാരുള്ള അടുത്ത് ആരെ ആക്രമിക്കാനാ? അതൊക്കെ നോക്കട്ടെ, നമുക്ക് അന്വേഷിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.